ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രെഡും നേന്ത്രപ്പഴവും വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഇത് നമുക്ക് സ്നാക്കായിട്ട് മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ലഞ്ചായിട്ട് വരെ കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം, നല്ല ടേസ്റ്റും ആണ്. അപ്പം നമുക്ക് ഈ ബ്രെഡ് ബനാന റോളിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ഉരുകി വരണം. തീ മീഡിയത്തിലോട്ട് ഇട്ട് കൊടുക്കുക. നെയ്യ്ക്ക് പകരം ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് 1 കപ്പ് പഴം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നേന്ത്രപ്പഴം മുറിച്ചതിന് ശേഷം അകത്ത് ചെറിയ നാരും കുരുവോ പോലെയൊക്കെ കാണുമല്ലോ, അതൊന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം 4ആയിട്ട് മുറിച്ചിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. മാക്സിമം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ നോക്കുക. നേന്ത്രപ്പഴം മാത്രമല്ല, നമുക്ക് ചെറിയ പഴം വേണമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 240 ml കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകി എടുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് 2-3 പാസ് ബട്ടൺ ഒന്ന് അമർത്തി എടുത്താൽ ഇതേപോലെ ഒരുപോലെ ചെറുതായിട്ട് കിട്ടും. നമ്മൾ ചിരകി എടുക്കുമ്പോൾ ഇതുപോലെ പൊടി പൊടിയായിട്ട് കിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഇതിലോട്ട് 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. നേന്ത്രപ്പഴം വെന്ത് വരുമ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുമല്ലോ, നല്ല യെല്ലോ കളറായി വരും. അതുവരെ നമ്മളിത് വേവിച്ചെടുക്കണം. എല്ലാ കഷ്ണങ്ങളും നല്ല മഞ്ഞ നിറത്തിലായി വരണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഏകദേശം 8-9 ബ്രെഡ് വേണ്ടി വരും. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുറിച്ച് മാറ്റാം. ഈ മുറിച്ച് മാറ്റുന്ന ബ്രെഡിൻ്റെ സൈഡ് നമ്മൾ കളയരുത്. ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കി എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ വേറെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മുറിച്ചെടുക്കുക. ഇനി നമ്മളിത് ഓരോന്നായിട്ട് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക. അധികം പാടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. സൈഡൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് പരത്താം. അപ്പം നല്ല ഷീറ്റ് പോലെ ആയി കിട്ടും. അപ്പം എല്ലാം പരത്തിയെടുക്കുക. ഇനി ഓരോ ഷീറ്റ് എടുക്കുക. ഇതിലോട്ട് 1 സ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഇനി നമ്മളിത് ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തേച്ച് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ പെട്ടെന്ന് തന്നെ ഒട്ടിച്ചെടുക്കാൻ പറ്റും, ഒരു പാടും ഇല്ല. ഒട്ടുന്നില്ലെങ്കിൽ മാത്രം കുറച്ചും കൂടെ വെള്ളം ഒന്ന് തടവി കൊടുത്താൽ മതി കേട്ടോ. ഇനി കുറച്ച് ഫില്ലിങ് പുറത്തോട്ടിരിക്കുമ്പോഴാണ് കാണാൻ ഒരു ഭംഗി, അതുകൊണ്ട് കുറച്ചുകൂടെ ഫില്ലിങ് ഈ സൈഡിൽ നിന്ന് വെച്ചിട്ട് അമർത്തി കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമ്മൾ എല്ലാം ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ എടുക്കുക. ഇതിലോട്ട് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ എടുത്താലും മതി. തീ മീഡിയത്തിലോട്ട് ഇടുക. ഇനി ഓരോ റോളായിട്ട് വെച്ച് കൊടുക്കുക. തടച്ചു വെച്ചൊന്നും വേവിക്കണ്ട. താഴെ ഒന്ന് ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. താഴെയും ഇതുപോലെ ബ്രൗൺ നിറമായി വരണം. ഇപ്പം നെയ്യൊക്കെ ചൂടായിട്ട് നല്ല മണം വരുന്നുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് എടുത്തു മാറ്റാം. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബനാന ബ്രെഡ് റോള് റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കുക, നല്ല ടേസ്റ്റും ആണ്. ഇത് സ്നാക്സ് ആയിട്ട് മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ലഞ്ചായിട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈസി അല്ലേ ഉണ്ടാക്കിയെടുക്കാനും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത റെസിപ്പീസിൻ്റെ ഫോട്ടോസ് എനിക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട് താഴെ ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് അയക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.